ഹലോ, അപ്പം ഞങ്ങളിന്ന് ഇലയട ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇലയട എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇവിടുത്തെ വാഴയാണ് നിർത്തും. അല്ല, ഞങ്ങൾ ഇവിടുത്തെ വാഴയല്ല, അത് അപ്പുറത്ത് ഇവിടുത്തെ വാഴയാണ്. അപ്പുറത്ത് വലിയ ചേട്ടന് കുറേ ഞങ്ങൾ പറമ്പുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇതുവരെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ കുറേ വാഴയുണ്ട്, അതേപോലെ കുറേ പഴങ്ങളുണ്ട്. പിന്നെ നല്ല സ്നേഹമുള്ള ചേട്ടനാണ്. അവിടെ വാഴ വെട്ടുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുവന്ന് തരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഇലയട ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നില്ല. ഞങ്ങൾ വെറുതെ ഇതായിട്ട് ഓടിച്ചിട്ടെല്ലാം കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പം ഞങ്ങൾ പറമ്പിലൊക്കെ കാണിച്ചു തരാം. ഓക്കെ, വാ. അയ്യോ, ഏത് ഇല എടുക്കും? ഏതിലെടുക്കും? എങ്ങോട്ടാണ്? ഇതെടുത്താലോ? കാക്കെല്ലാം പീട്ട് വെച്ച് അങ്ങനെ നല്ലതാണ്. ഫോട്ടോ എടുത്തോട്ടെ, ഇതെടുത്തോട്ടെ. ഇത് പോരാ. അതാ അത് പൊട്ടാത്തേന്ന് തോന്നണം. ഇതാ എടുത്തോട്ടെ, വെട്ടിക്കോട്ടെ. ഓക്കെ, വെട്ടണ്ട, പോകുന്നതിന് മുമ്പ്. കൊള്ളൂലേ? കൊള്ളോ? മതിയാ? അപ്പോൾ ഞങ്ങൾ വാഴയിലൊക്കെ പറിച്ചു, ഞങ്ങൾ കൊണ്ടുവന്നു. ഇനി ഇത് ഫ്രഷ് ആയിട്ടൊന്ന് കഴുകണം. കഴുകിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കേ, കളിയുടെ തിരക്കായി പോയി. ഭയങ്കര തിരക്കാ. ചുമ്മാ വെറുതെ വാഴ തേട് ഇറക്കാൻ പോണേ. സെക്കൻഡ് ഇറക്കി. നമ്മൾ പൈപ്പൊന്നും തുറക്കുന്നില്ല. ഈ തുറക്കുക, വെള്ളമൊഴിക്കുക, പോയി കഴുകുക. ഓക്കെ, സെറ്റ്. അപ്പോൾ വേഗം പണി കഴിയും. കാണിച്ചു തരാം എങ്ങനെയാണ് കഴുകാൻ അറിയാൻ പാടാത്ത ആൾക്കാർക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കഴുകേണ്ടതെന്നുള്ളത്. പക്ഷെ ഒന്നും വെക്കാൻ പറ്റാത്ത ആദ്യമേ ഇങ്ങനെ എടുക്കുക. മാറുവച്ച് ഇത് ചുമ്മാ വെള്ളം വെറുതെ കോരി ഒഴിക്കുക എന്നുള്ള കർമ്മത്തിലേക്ക് ആദ്യമേ കടക്കുകയാണ്. ഇനി ഇത് ആരെങ്കിലും പിടിച്ചേ, എന്റെ ഹെൽപ്പർ വന്നേ, വരൂ, പിടിച്ചേ. അയ്യോ, കീറിപ്പോവും. മര്യാദ കുടിക്ക്. ഇതേ മേത്തേക്ക് വീഴും. ഇങ്ങനെ നീക്കി വെക്ക്. നിങ്ങൾ ഓർക്കും ഞാനെന്താണ് ഇങ്ങനെ കഴുകാൻ അറിയാൻ പാടത്തോലെ കഴുകുന്നതെന്ന്. പക്ഷെ ഇത്രയും എന്നേക്കാളും വലിയ കട വാഴയായതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കഴുകുന്നത്. ഇങ്ങനെയൊന്നല്ല കേട്ടോ വാഴ കഴുകേണ്ടത്. മര്യാദ കഴുകണം. ഞാൻ എൻ്റെ ഹെൽപ്പറെ ഞാൻ വിളിക്കും. മര്യാദക്കുള്ള ഹെൽപ്പറൊക്കെ വരും. നിങ്ങൾ വിചാരിച്ചു ഞാൻ മര്യാദ കഴുകിയിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ മര്യാദ കഴുകി. പിന്നെ എൻ്റെ കെട്ടിയ മര്യാദ എനിക്ക് കഴുകി തന്നു. അപ്പോൾ നമ്മുടെ വാഴയില കൊണ്ടുള്ള പണിയൊക്കെ ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. വരൂ. ഹലോ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഉണ്ടാക്കണയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് ചെയ്യണ്ടേ. അപ്പം അതുകൊണ്ട് കാണിച്ചു തന്നെയാണേ. എല്ലാ തെറ്റുപറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, ആ ടീമിന്റെ മുഖത്ത് ആ സന്തോഷം കണ്ട. സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അട ഉണ്ടാക്കിയതിന്റെ ഇരിക്കും.
നോക്കൂ കണ്ട ടീനയുടെ സ്പെഷ്യൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ ഞാൻ. ടീന ആദ്യമായിട്ട് ഉണ്ടാക്കിയ നേരത്തെ തണുത്ത സാധനം കുടിച്ചാണ്. പിന്നെ കട്ടൻ ചായ. എല്ലാരാണെങ്കിൽ ഇത് കഴിക്കാനുള്ള ഇതിലിങ്ങനെ വേണ്ടേ? അപ്പോ ടേസ്റ്റിന്റെ കാര്യമൊക്കെ എനിക്ക് അറിയാലോ, എങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ അവിടെ ഉണ്ടാക്കുമ്പോ എങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ ടീന ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് പറയാം. അപ്പോ ടീനയുടെ അവിടെ സ്പെഷ്യല് എടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ല ചൂടുണ്ട്. നമ്മ വായ കൊള്ളു നോക്കാം. അടിപൊളി അടിപൊളി സൂപ്പർ. ആദ്യമായിട്ടാണ് ടീന ഉണ്ടാക്കണം, പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് അടയും പിന്നെ കോഴിക്കോട്ടയില്ലേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് ഇങ്ങനെ കുറെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര തോന്നില്ല, പട്ടിച്ചു. നേരെ കുറിച്ച് ഒരു ഒരെണ്ണമൊക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ പിന്നെ കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. സംഭവം ടേസ്റ്റ് ആയിട്ടുണ്ട്, അടിപൊളി. ഇപ്പൊ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ, പിള്ളേർക്ക് കൊടുക്കട്ടെ, ടീന കഴിക്കട്ടെ. കട്ടൻ ചായ അല്ലാതെ കട്ടൻ ചായ പുറത്ത് മഴ. അടിപൊളി ഗൈസ്. നോക്കൂ, നല്ല കാറ്റ്. നോക്കി എന്താ നോക്കി കണ്ട നോക്കി. കാറ്റ് മഴ ഇങ്ങനെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അവനെ പോയി രണ്ടെണ്ണത്തിൻ്റെ പോയി കാറ്റ് കാണാൻ വേണ്ടി വന്നേക്കണേ കാണാം. ഇവിടെ മഴ പൊടിയാൻ പപ്പ വണ്ടി കൂടിയിട്ടില്ല. നോക്കിയേ കണ്ട കണ്ട നോക്കി എന്താ കാറ്റ് നോക്കി.